ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷേ ഇന്നൊരു IPO വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ ഒരു IPO റിലീസായിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ സ്കോളേഴ്സ് എന്ന് പറയുന്ന ഹോട്ടൽ ലീലയുടെ പ്രൊമോട്ടറായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററായിട്ടുള്ള IPO അത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയിട്ട് കാണുക. അതുപോലെ ഇന്ന് വീണ്ടും ഒരു IPO വരുന്നു. ഏജിസ് വെബാക് ടെർമിനൽസ്, ഒരു സ്റ്റോറേജ് കമ്പനിയാണ് ഈ കമ്പനി. സോ ഈ കമ്പനിയുടെ IPO റിവ്യൂ ആണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. ഏജിസ് വെബാക് ടെർമിനൽസ് ഒരു സബ്സിഡറി കമ്പനിയാണ്. ഏജസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ കമ്പനിയുടെ ഒരു സബ്സിഡറി ആയിട്ടാണ് ഈ കമ്പനി വരുന്നത്. ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. നെതർലാൻഡ്സിലുള്ള റോയൽ വെബാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു 47.3% അവർ ഹോൾഡ് ചെയ്യുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ കൂടിയാണിത്. ഇവർ മിക്കവാറും ചെയ്യുന്നത് സ്റ്റോറേജ് ടെർമിനലുകൾ, അതായത് പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയിലെ 6ഓളം പ്രധാനപ്പെട്ട പോർട്ടുകളിൽ ഇവർക്ക് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ചും ലിക്വിഡ് സ്റ്റോറേജസും അതുപോലെ തന്നെ ഗ്യാസും LPG ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള വലിയ വലിയ സ്റ്റോറേജുകളാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 6 പോർട്ടുകളിൽ, അതായത് വെസ്റ്റ് ബംഗാളിലുള്ള ഹൽഡ, അതുപോലെ തന്നെ കൊച്ചി, അതുപോലെ തന്നെ മംഗലാപുരത്ത്, കൊച്ചിയിൽ, വെസ്റ്റ് ബംഗാളിലെ ഹൽദിയ, അതുപോലെ തന്നെ കർണാടകയിലെ മംഗളൂർ, പിപ്പവാവ, അതുപോലെ തന്നെ കണ്ട്ല, ഗുജറാത്തിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്, നവി മുംബൈ, മഹാരാഷ്ട്ര, എല്ലാ സ്ഥലത്തും ഏകദേശം 6ഓളം പോർട്ടുകളിൽ ഇവർക്ക് പ്രധാനപ്പെട്ട സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള കമ്പനിയാണിത്. ഈ കമ്പനിയുടെ IPO ബന്ധപ്പെട്ട് പറയുമ്പോൾ 2800 കോടി രൂപയുടെ IPO ആണിത്. കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഫ്രഷ് ഇഷ്യൂ ആണ്. അപ്പോൾ കമ്പനിയിലേക്ക് തന്നെയാണ് കാശ് പോകുന്നത്. 2016 കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ്. കമ്പനിക്ക് ഇപ്പോൾ നിലവിൽ 2485 കോടി രൂപയുടെ കടമുണ്ട്. അത് തിരിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് 2016 കോടി രൂപ ഉപയോഗിക്കുന്നത്. അതോടുകൂടി കമ്പനി നെറ്റ് ഡെറ്റ് ഫ്രീ ആകും എന്ന് നമുക്കൊരു തരത്തിൽ പറയാം. മറ്റൊന്ന് 673 കോടി രൂപ അവർ ഉപയോഗിക്കുന്നത് ഇവരുടെ മംഗലാപുരത്തുള്ള ഒരു LPG ടെർമിനൽസ്, ക്രയോജനിക് LPG ടെർമിനൽ ഉണ്ടാക്കുന്നതിനേക്കുള്ള കാപ്പെക്സ് ആയിട്ടാണ്. 82,000 മെട്രിക് ടൺ ക്രയോജനിക് LPG ടെർമിനൽ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി അവർക്കുണ്ട്. അതിലേക്കാണ് ഈ ഫണ്ട് വകവരുത്താൻ പോകുന്നത്, 673 കോടി രൂപ. അങ്ങനെയാണ് ഈ 2800 രൂപയുടെ IPO പൈസ വിനിയോഗിക്കാൻ പോകുന്നത്. 223-നും 235-നും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വന്നിരിക്കുന്നത്. 475 കോടി രൂപ കഴിഞ്ഞ നവംബറിൽ, അതായത് 2024 നവംബറിൽ ഇവരൊരു പ്രീ IPO അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 361 ഫണ്ട് എന്ന് പറയുന്നവർക്ക് 235 രൂപ പ്രകാരം ഇവർ 2% ഓഹരികൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 235 രൂപക്ക് തന്നെയാണ് അവരിപ്പോഴും ഈ IPOയുടെ ഹയർ പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 26,037 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്ക്. അതിൽ 11% ഇപ്പോൾ ഡൈല്യൂട്ട് ചെയ്യാൻ പോകുന്നത്. 10% ഓഹരികൾ മാത്രമേ റീറ്റെയിലേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം കമ്പനി അതിൻ്റെ പാരൻറ്റ് കമ്പനിയിൽ നിന്നും ഏകദേശം 2022 മെയ്യിലാണ് സെപ്പറേറ്റ് ആയത്. IPO 26 മെയ് 2025 ആരംഭിച്ച് 28 മെയ് 2025 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമായിട്ടുള്ളത്. 2 ജൂൺ 2025 2 ജൂണിനാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്ക് എന്ന് പറയുന്നത്. ഒരു ലോജിസ്റ്റിക് സ്റ്റോറേജ് കമ്പനിയാണ്. പോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ 2 ഡിവിഷനായിട്ടാണ് ഇവരുടെ ബിസിനസ് വരുന്നത്. ഒന്ന് ലിക്വിഡ് സ്റ്റോറേജ്, അതായത് 18 ടെർമിനലുകളിൽ ഏകദേശം 1.68 മില്യൺ ക്യൂബിക് മീറ്റേഴ്സിൻ്റെ സ്പേസാണുള്ളത്. അത്രയും ലിക്വിഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണുള്ളത്. ഇതിൽ 0.1 മില്യൺ എന്ന് പറയുന്നത് ഒരു 2024 ഡിസംബറിന് ശേഷം ആഡ് ചെയ്തതാണ്. അത് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റിലാണ്. ഏകദേശം 54% ഓഫ് ദ കമ്പനിയുടെ റവന്യൂ വരുന്നത് ഇതിൽ നിന്നാണ്. 464 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി 2025 9 മാസത്തിൽ കൊണ്ട് നേടിയിരിക്കുന്നത്. ഇതിലാണ് ഈ ഒരു ലിക്വിഡ് സ്റ്റോറേജിൽ നിന്നാണ് 54% റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് ഗ്യാസ് LPG സ്റ്റോറേജ് ആണ്. 2 ടെർമിനൽസിലാണുള്ളത്. 70,800 MT സ്റ്റാറ്റിക് കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത്. ഇത് കമ്പനിയുടെ 46% റവന്യൂ കൈയാളുന്ന സെഗ്മെൻറ്റാണ്. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ റവന്യൂ കണക്ക് നോക്കുമ്പോഴാണ് ഞാനിത് പറയുന്നത്. കമ്പനിയുടെ LPG സ്റ്റോറേജ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇടുന്നുണ്ട്.
ഏകദേശം 183% എക്സ്പാൻഷനാണ് അവർ പ്ലാൻ ചെയ്തത്. അതായത് 200-800 മില്യൺ ടൺ കപ്പാസിറ്റിയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. മംഗലാപുരത്ത് ഏകദേശം മംഗലാപുരം അതുപോലെ തന്നെ പിപ്പുവാവ്, ഈ 2 ടെർമിനലുകളിലാണ് അവർ കൂടുതൽ എക്സ്പാൻഷൻ LPG പ്ലാന്റുകൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. മംഗലാപുരത്തെ കപ്പാസിറ്റി അഡീഷൻ ഏകദേശം IPOയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് 673 കോടി രൂപ അതിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. അത് അടുത്ത മാസത്തോളം ഏകദേശം ഒരു ജൂൺ ജൂലൈയോടുകൂടി ഓപ്പറേഷണൽ ആവും എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽസും കാര്യങ്ങളും നോക്കിക്കഴിയുമ്പോൾ 9 മാസത്തെ കണക്കുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇത് പ്രകാരം ഇതിൽ കഴിഞ്ഞ 9 മാസത്തിലെ റവന്യൂവിൽ 24% വർധനമാണ് കമ്പനി കാണിച്ചിരിക്കുന്നത്. അതായത് 464 കോടി രൂപ. ഇബിറ്റയിൽ ഏകദേശം 38% വർധനവുണ്ട്, അതായത് 354 കോടി രൂപ. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 74% ഇബിറ്റയാണ് കമ്പനിക്കുള്ളത്, ഇബിറ്റ മാർജിനാണുള്ളത്. 145 കോടി രൂപയുടെ ഫിനാൻസ് കോസ്റ്റ് കമ്പനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 95 കോടി രൂപ ഡെപ്രീസിയേഷനും ഈ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 86 കോടി രൂപയാണ്. അതായത് 19% നെറ്റ് മാർജിൻ, ഒരു ഷെയറിന് മുകളിൽ ഏകദേശം 90 പൈസയുടെ ഏർണിംഗ് പെർ ഷെയർ. ഇതാണ് കമ്പനിയുടെ നിലവിലുള്ള ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇന്നത്തെ ഡേറ്റ് വരെ കമ്പനി ഏകദേശം 4500 കോടി രൂപയോളം കമ്പനിയുടെ കപ്പാക്സ്, അതായത് കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ട് കമ്പനി ചിലവാക്കിയിട്ടുണ്ട്. അവരുടെ നെറ്റ്വർത്തിൽ നിന്ന് ഏകദേശം 1883 കോടി രൂപ കമ്പനിയുടെ നെറ്റ്വർത്തിൽ നിന്നും കമ്പനിയുടെ കയ്യിൽ നിന്നാണ് ഇതിൽ ചിലവാക്കിയിരിക്കുന്നത്. പിന്നെ ബാക്കി 2485 കോടി രൂപ കമ്പനി കടമായിട്ട് എടുത്തിട്ടാണുള്ളത്. ഈ ഒരു IPOയിൽ നിന്ന് വരുന്ന 2016 കോടി രൂപ ഈ ഒരു ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടി കമ്പനി നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് സേവിങ്സ് വളരെ കൂടും. കാരണം നെറ്റ് മാർജിൻ ഏകദേശം ഒരു 40% അടുപ്പിച്ചെങ്കിലും വരും. കാരണം അത്രയും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കമ്പനി സേവ് ചെയ്യാനാണ് പോകുന്നത്. ഇനി കമ്പനിയുടെ പ്രൈസിങ്, ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്ന 235 രൂപ എന്ന് പറയുന്ന IPOയുടെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തെ കാര്യം, ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് നമ്മൾ ഏകദേശം 160 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് സേവ് ചെയ്താൽ പോലും കമ്പനിയുടെ 2026 EPS അപ്രോക്സിമേറ്റ്ലി ഒരു 4 രൂപ വരെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് 59x ഇത് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയൊരു ഭയങ്കരമായിട്ടുള്ള പ്രൈസിംഗ് ആണ്. കാരണം ഒരു 11% റിട്ടേൺ ഓൺ ഇക്വിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി, പിന്നെ ഇവരുടെ പാരൻറ്റ് കമ്പനിയായിട്ടുള്ള ഏജസ്, അവർ ഇതേപോലുള്ള സിമിലർ ബിസിനസ്സിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ PE വെറും 40x അവർക്ക് 15% റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കൺട്രോളിൻ്റെ ആവശ്യപ്രകാരമാണ് ഏജസ് വൊപാക്ക് ഇപ്പോഴും അവരുടെ പാരൻറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ 44.7% ഇവരുടെ ഹോൾഡിങ്സ് കുറയും, എങ്കിലും അവർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് 2026 എസ്റ്റിമേറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ EV/EBITDA ഏകദേശം 33x അതും ഒരു പോർട്ട് ഓപ്പറേറ്റേഴ്സിനേക്കാൾ മുകളിലാണെന്ന് പറയും. അദാനി പോർട്ട് എടുത്താലും JSW ഇൻഫ്ര എടുത്താലും അവരുടെയൊക്കെ EBITDA മൾട്ടിപ്പിൾസ് ഏകദേശം 15x ഒക്കെയാണ് നോക്കുന്നത്. സോ അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഏകദേശം 2-3 വർഷത്തേക്ക് ഏകദേശം ആയിട്ടുള്ളൊരു പ്രൈസിങ് ഈ ഒരു പ്രൈസിങ്ങിൽ തന്നെയുണ്ട്. 2-3 വർഷത്തേക്കുള്ള ഗ്രോത്ത് എടുത്തു നോക്കിയാൽ പോലും അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു IPO പ്രൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. സോ 2024 നവംബറിൽ അവർ ആ ഒരു ഫണ്ടിന് അലോട്ട് ചെയ്തിരിക്കുന്നത് 2% ഓഹരികൾ പ്ലേസ് ചെയ്തിരിക്കുന്ന അതേ പൈസക്ക് തന്നെയാണ് ഇപ്പോഴും കമ്പനി പ്ലേസ് ചെയ്തിരിക്കുന്നത്. 325 കോടി രൂപ ഏജസ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായം, ഷെയർ ഹോൾഡേഴ്സിനൊരു വലിയ വാല്യൂ ഇതിലേക്ക് ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണോ പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു പ്ലാനുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസിങ് ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ അതിന് മുകളിലേക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം ഈ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന്, ഇപ്പോൾ വാങ്ങാൻ പോകുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഏതെങ്കിലും ഒരു വാല്യൂവിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ പിന്നെ 10% മാത്രമാണ് റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഓവർ സബ്സ്ക്രൈബ് ആയേക്കാം, അതുകൊണ്ട് ചിലപ്പം ചെറിയൊരു ലിസ്റ്റിങ്ങിനൊക്കെ വന്നേക്കാം. പക്ഷേ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുന്ന സമയത്ത് വലിയൊരു പ്രൈസിങ് ഇനി ഷെയർ ഹോൾഡേഴ്സിന് ബാക്കിയുണ്ടോ എന്നുള്ളത് കണ്ടറിയണം. സോ കപ്പാസിറ്റി അഡീഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രൈസിങ്, ഈ IPOയുടെ പ്രൈസിങ് നോക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള പ്രൈസിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ എൻ്റേതായിട്ടുള്ള ചില വിശകലനങ്ങളും ഫണ്ടമെൻ്റൽസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും IPO ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്ത് അത് മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ആ സമയത്തുള്ള
കമ്പനിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയവും കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടായിരിക്കാം. ഗ്രേ മാർക്കറ്റ് പ്രീമിയം സെബിയുടെ നിയമത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഫിനാൻഷ്യൽ അനലിസ്റ്റുകളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഒരു അഭിപ്രായങ്ങൾ തേടുക. അതിനുശേഷം മാത്രം നിക്ഷേപം നടത്തുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ വീഡിയോ മാക്സിമം ഒരാളിലേക്കെങ്കിലും നിങ്ങൾ അധികമായിട്ട് എത്തിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കട്ടെ. കാരണം അതാണ് ഞങ്ങൾക്ക് തരാനുള്ള കാര്യം. ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ലീലയുടെ ബാംഗ്ലൂർ സ്കോളേഴ്സിൻ്റെ IPO ഇതുവരെ 1000 വ്യൂസ് പോലും ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് നമ്മളോടൊപ്പം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.